ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം സംസരസ്വതീ നമഃ. ഓം നമഃ ശിവായ ശിവായ നമഃ. ഓം നമഃ ശിവായ ശിവായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ. ഓം രം രക്തേശ്വരീ നമഃ. ഓം നമോ നാരായണായ രക്ഷസ്വമൂർത്തേ നമഃ. പുത്തൻകാവിലമ്മേ ശരണം, പെരുമ്പാലൂരമ്മേ ശരണം, ശ്രീധർമ്മശാസ്താവേ ശരണം, ഹനുമൻ സ്വാമിയേ ശരണം, ശ്രീ അന്നപൂർണേശ്വരീ ശരണം, സർവദാഭ്യോം ദേവതാഭ്യോം നമഃ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം മരോഗതാം അജാഢ്യം വാക്പടുത്വം ച ഹനുമത് സ്മരേണാത് ഭവേത്. ഓം വാണീദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം വാണീ വൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയേ. വാണീ ദോഷമശേഷമാശു കളവാനെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീ മൂകാംബികാം സദാ. ശ്രീ മൂകാംബികാം സദാ. ശ്രീ മൂകാംബികാം സദാ. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും അനുഗ്രഹീതമായിരിക്കുന്ന ഈ പുണ്യ ദിവസത്തിലേക്ക് വിനീതമായ സ്വാഗതം. അനുഗ്രഹീതമായിരിക്കുന്ന ഗുണങ്ങളോടുകൂടി എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നല്ലവരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയുമെല്ലാം ഗുണകരമായി വന്ന് ഭവിക്കുവാൻ ജഗദീശ്വരൻ നമുക്കെല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകുന്നതായി മാറട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഗുണങ്ങളെയും നമുക്ക് ഐശ്വര്യദായകമായിട്ട് മാറുവാൻ ഇതുപോലെയുള്ള നല്ല സുദിനങ്ങൾ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, എല്ലാ ഐശ്വര്യങ്ങളെയും നന്മകളെയും നമുക്ക് നൽകുന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പരമേശ്വരിയുടെയും മഹാവിഷ്ണുവിൻ്റെയും ഒക്കെ അങ്ങനെ അനവധി ഈശ്വരന്മാരുടെ അനുഗ്രഹത്താലാണ് നമുക്ക് പല ഗുണങ്ങളും ലഭ്യമാകുന്നത്. പുണ്യമാർന്ന ഈ ഒരു രാമായണ മാസാചരണം ഇപ്പം അധികം കുറച്ച് ദിവസങ്ങൾ കൊണ്ടത് പരിപൂർണതയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ പരിപൂർണതയിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് പൂർണ്ണമായിരിക്കുന്ന വിധത്തിൽ ഗുണകരമാകുന്ന വിധത്തിലേക്ക് മാറുവാൻ സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള ശ്രീ പ്രകാശൻ നമസ്കാരം, ഹരിപുത്തൂര് നമസ്കാരം, സുരേഷ് കുമാർ നമസ്കാരം. അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ ലൈവ് ഇല്ലായിരുന്നു. ഇന്നലെ ഒരു യാത്ര കഴിഞ്ഞ് നേരത്തെ 8:30 എത്തുമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ അത് അങ്ങനെ എത്താൻ സാധിച്ചില്ല. അപ്പോൾ എന്തായിരുന്നാലും എല്ലാം സാധ്യമാകട്ടെ എന്ന് ഒരിക്കൽ കൂടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ലൈവിലേക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട് എന്നൊരു സംശയമുണ്ട്. അങ്ങനുണ്ടോ? ഞാൻ പറയുന്നതൊക്കെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഗീതാജി പിള്ളാംസേ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? വീഡിയോ വിട്ടുവിട്ടു പോകുന്നു എന്ന് എനിക്കൊരു സംശയം പോലെ. ആരെങ്കിലും ഒരു കൃത്യമായ ഒരു മറുപടി പറഞ്ഞായിരുന്നെങ്കിൽ
ഒരു ആരെങ്കിലും ഒരാളൊരു മറുപടി പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ. നിങ്ങൾക്ക് കേൾക്കാമെന്നാണ് എൻ്റെ ധാരണ. ഇത് ഈ ചിലപ്പോൾ ഇതിനകത്തിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് ഇതിൻ്റെ ഫ്രെയിം കുറവാണ് എന്ന്. അപ്പോൾ ചെറിയ ഫ്രെയിമിൻ്റെ ഇത് വരുന്നത് കൊണ്ട്. പ്രകാശ് ജി നമസ്കാരം. പ്രകാശ് ജി, ഇത് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ, അതോ വീഡിയോ വിട്ടുവിട്ട് പോവാണോ? ആരും എനിക്ക് തോന്നുന്നു ചിലർ മറുപടി എഴുതിയിട്ടുണ്ടാവും, ആ കമൻ്റ് ഇനി വരാത്തത് കൊണ്ടായിരിക്കാം. കാരണം അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് വേണം എനിക്കത് തുടങ്ങാൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഭിപ്രായം, കാരണം ഈ വീഡിയോയുടെ ഫ്രെയിമിങ്ങിനകത്ത് അതിൻ്റെ റേഷ്യോ. സഞ്ജീവ് EN നമസ്കാരം. ആരും മറുപടി ഇട്ടില്ല. അപ്പം ഇത് കൃത്യമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം സഹിച്ചേട്ടാ. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ വീഡിയോ ഇങ്ങനെ കട്ടായി പോകുന്ന പോലെ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. അത് ക്ലിയർ ആണോ എന്ന് ഒന്ന് പറയണേ. യെസ്, എന്താണ് യെസ്? തിരുമേനി നമസ്തേ. വലിയൊന്നും പുഷ്പകുമാർ. പ്രകാശ് ചേട്ടാ, എന്താണ് യെസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാമെന്നാണോ, ഇത് കട്ടാവുന്നെന്നാണോ? ഉണ്ട് തിരുമേനി, ഇടയ്ക്ക് കട്ടാവുന്നു. നെറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് എന്ന് തോന്നുന്നു. കീ ഫ്രെയിം റേറ്റ് ടു ലോ എന്ന് അവരെഴുതി കാണിക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങ് പറഞ്ഞു പോകാനോ? കേൾക്കാം. ശരിയാണ്, കട്ടാവുന്നുണ്ട്. കേൾക്കാം. ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അല്ലെ സമയം നമ്മളിങ്ങനെ നോക്കിയിരുന്ന സമയം അങ്ങ് പോകും. നമസ്കാരം രാധാ സദാശിവൻ നമസ്തേ. സഹിച്ചേട്ടൻ കേൾക്കാം. ഓക്കെ, സഹിച്ചേട്ടൻ പറഞ്ഞ പിന്നെ അതിനപ്പുറം ഒന്നുമില്ല. ഇല്ല സഹിച്ചേട്ടാ, ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ബാലചന്ദ്രൻ ശാന്തി നമസ്തേ. ഞങ്ങൾ ഒരിടത്ത് ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. രാവിലെ ഒരുമിച്ചിരുന്ന ചായയൊക്കെ കുടിച്ച് എല്ലാം ഒരുമിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കേൾക്കാം. ഓക്കെ, വിജയകുമാർ ലിയൊന്നും പുഷ്പകുമാർ ക്ലിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയ വിഷയം എന്ന് പറയുന്നത് സീതാന്വേഷണത്തിനായിട്ട് ഭാര്യയെ നഷ്ടപ്പെട്ടത് ആ വിഷമം കൊണ്ട്, അത് കൃത്യമായ വിഷമത്താൽ വിനോദ് കർത്ത നമസ്തേ, ശ്രീരാമചന്ദ്രൻ അന്വേഷിച്ചു പോവുകയാണ്. അന്വേഷിച്ചു പോകുമ്പോൾ ആദ്യം കാണുന്നത് ജടായുവിനെയാണ്. അപ്പോൾ ജടായുവിനെ കാണുമ്പോൾ തന്നെ വളരെയധികം വിഷമത്തോട് കൂടിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങേക്ക് ഇത് സംഭവിച്ചത്? എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ കാരണം? അങ്ങ് ഇത്രമാത്രം ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീരാമചന്ദ്രനോട് ജടായു പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങയുടെ സഹധർമ്മിണിയെയും കൊണ്ട് രാവണൻ പോവുകയും അതിന് ഞാൻ തടസ്സം പിടിക്കുന്ന സമയത്ത് എൻ്റെ ചിറകുകൾ അരിഞ്ഞു കളയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെക്ക് ദിക്കിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം എൻ്റെ ശരീരത്തെ സംസ്കരിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് എനിക്ക് സായുജ്യത്തെ നൽകണം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ജടായുവിന്
സദ്ഗതി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അയോമുഖി അംഗഭംഗം എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അതായത് ജടായുവിൻ്റെ അഭിപ്രായത്തിൽ ദക്ഷിണ ദിക്കിലേക്കാണ് രാവണൻ സീതാദേവിയെയും കൊണ്ട് പോയേക്കുന്നത് എന്ന് പറയുമ്പോൾ അവർ തെക്ക് ദിക്കാക്കി രാധാമണി നമസ്തേ ഹരേ കൃഷ്ണ. അപ്പം തെക്ക് ദിക്ക് ലക്ഷ്യമാക്കി ഇവർ നടന്നു പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകുമ്പോൾ അല്പം ദാഹജലം എടുക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മണകുമാരൻ ഓക്കെ കേട്ടോ പ്രകാശിച്ചിട്ട് ഓക്കെ. അപ്പം ദക്ഷിണ ദിക്ക് അവിടെ ദാഹം മാറ്റുന്നതിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു ഏകനായിട്ട് ലക്ഷ്മണകുമാരൻ നടന്നു പോകുന്നത് കാണുമ്പോൾ ഒരു ശൂരപത്മാസുരൻ്റെ സഹോദരിയും ആയുധ ഗജബലശാലിയുമായിട്ടുള്ള, അതായത് നല്ല ബലശാലിയുമായിട്ടുള്ള ഒരു രാക്ഷസി സ്വഭാവ അസുരനാരിയെ കണ്ടു എന്നാണ്. അപ്പോൾ ലക്ഷ്മണനെ കണ്ടുടനെ ഈ സ്ത്രീ പറയുകയാണ്, എനിക്ക് കാമാസക്തിയോടുകൂടി ലക്ഷ്മണനെ സമീപിക്കുകയും ലക്ഷ്മണൻ അതിൽ നിന്നൊക്കെ മാറാനൊക്കെ പലതും പരിശ്രമിച്ചിട്ട് നടക്കാതെ വന്ന് അദ്ദേഹം ഈ തടാകത്തിലേക്ക് എടുത്തു ചാടി. ഒപ്പം ഈ സ്ത്രീയും അതിലേക്ക് എടുത്തു ചാടിയെന്നാണ്. അങ്ങനെ കുറേ നേരം അവരങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളും ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവസാനം ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ലക്ഷ്മണൻ വീണ്ടും അവളുടെ ചെവികളും മൂക്കുമൊക്കെ ഛേദിക്കപ്പെട്ടു എന്നാണ്. രാമായണത്തിലെ രണ്ടാമത്തെ ശൂർപ്പണഖയാണ് ഈ അയോമുഖി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത്, രജനീരാമേന്ദ്രൻ നമസ്തേ, ജീവിതത്തിൽ നമ്മൾ ഏതെല്ലാം മുഖങ്ങളിൽ എത്രയെല്ലാം വിഷമങ്ങളോടുകൂടിയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും പലപ്പോഴും നമ്മളുടെ ജീവിത ശൈലികളെയും നമ്മളുടെ ലക്ഷ്യങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്നതിന് പല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകും. അപ്പോൾ ഈ പല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾക്ക് എന്താണോ നമ്മളുടെ യഥാർത്ഥമായിരിക്കുന്ന ലക്ഷ്യം, ഈ ലക്ഷ്യത്തെ നമ്മൾ കൃത്യമായി മറക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യാനായി പോകുമ്പോൾ മറ്റേതെങ്കിലും ഒന്ന് കണ്ടിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നവരാണ്. അപ്പം നമ്മൾ എന്തുദ്ദേശിച്ചിട്ടാണോ നമ്മൾ യാത്ര തുടങ്ങിയത്, അല്ലെങ്കിൽ എന്തിനാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്, അത് നമ്മൾ വേണ്ട എന്ന് വെക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് തെറ്റാണ് എന്ന് നമുക്കൊരു നല്ല വിവരണം ഇവിടെ രാമൻ തരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്നത് സീതാദേവി അന്വേഷിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ സമയത്ത് അനവധി അയോമുഖികളായിരിക്കുന്ന അനുഭവങ്ങൾ, അവരുമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമെന്നും ഈ അനുഭവ സമയത്തിൽ നിന്നും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണമെന്നും ഒക്കെ ലക്ഷ്മണകുമാരനെ ഉപദേശിക്കപ്പെടുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ. അത് കഴിഞ്ഞ് അവർ അതിൽ നിന്നെല്ലാം മുക്തനായിട്ട് അവരങ്ങോട്ട് പോകുന്ന സമയത്ത് അവർ കാണുന്നത് ഒരു ഭീമാകാരനായിരിക്കുന്ന ഒരു രാക്ഷസ സ്വഭാവമാണ്. അതായത് ആ ഭീകരസത്വത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ വയറിലാണ് കണ്ണും വായുമൊക്കെ ഇരിക്കുന്നത്. നല്ല നീളമുള്ള കൈകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രൂപത്തെ കണ്ടപ്പോൾ തന്നെ ഭീമാകാരമായിരിക്കുന്നത് അല്ലെങ്കിൽ വീഭത്സമായിരിക്കുന്ന വികൃതപരമായിരിക്കുന്ന ഒരു രൂപം കണ്ടപ്പോൾ ലക്ഷ്മണനും ശ്രീരാമചന്ദ്രനും വളരെ അതിശയം തോന്നി. അപ്പോൾ പറഞ്ഞു, ഈ വളരെ നീളമുള്ള കൈകളുള്ള ആളാണ്, വളരെ നീളമുള്ള കൈകൾ. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അതായത് ഇങ്ങനെ ഒരു രാക്ഷസന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായപ്പോൾ തന്നെ ലക്ഷ്മണകുമാരൻ രാമചന്ദ്രനോട് പറഞ്ഞു, നമുക്ക് രണ്ടു പേർക്കും ഒരേ സമയം ഇവന്റെ കൈകൾക്ക് അധികം നീളമുള്ളതാണ്. അപ്പോൾ ആ നീളമുള്ള കൈകൾ ആദ്യം ഇല്ലാതാക്കണം. അപ്പോൾ ഇല്ലാതാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇയാളിനെ കൊല്ലാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് ഒരേ സമയം ആ അസുരന്റെ കൈകൾ രണ്ടും ഛേദിക്കപ്പെട്ടു. അപ്പോൾ ഛേദിക്കുന്ന സമയത്ത്, ദിനേശ് ജി നമസ്കാരം, അപ്പം കൈകൾ ഛേദിക്കപ്പെട്ട സമയത്ത് കൃത്യമായിട്ട് ഈ ആള് പറയുന്നുണ്ട്, നിങ്ങൾ ആരാണ്? എൻ്റെ പേര് കബന്ധൻ എന്നാണ്. കബന്ധൻ എന്ന് പേരുള്ള ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ ആരാണ്? ഇത്രമാത്രം പ്രത്യേകതകളുള്ള, അതായത് ഈ കബന്ധൻ ഇത്രയും ആരോഗ്യവാനായിരിക്കുന്ന ബലമുള്ളവനായിരിക്കുന്ന കബന്ധന്റെ കൈകൾ അറുത്ത് കളയണമെങ്കിൽ അത്രമാത്രം ശക്തി ഉള്ളവരാണ്. നിസ്സാരക്കാരനായിരിക്കുന്നവരല്ല നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ
പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അയോധ്യാധിപനായിരിക്കുന്ന ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനും ഇതെൻ്റെ അനുജനായിരിക്കുന്ന ലക്ഷ്മണകുമാരനുമാണ്. ഞങ്ങളുടെ ഭാര്യയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി, അത് അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ കബന്ധൻ വളരെയധികം നിറകണ്ണുകളോടുകൂടി പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് മാത്രമേ എനിക്കൊരു മുക്തി ഉണ്ടാകുകയുള്ളൂ. ലതാദേവി നമസ്തേ. അപ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു മുക്തി ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ചോദിച്ചു, നീ ആരാണ്? ഇങ്ങനെ ഒരു വികൃതപരമായ രൂപം ധരിച്ചുകൊണ്ട് നിൽക്കാൻ നീ ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് കബന്ധം പറയുന്നുണ്ട്, ഒരു മഹർഷിയുണ്ട്, അഷ്ടാവക്രമുനി എന്ന് പറയുന്ന ഒരു മഹർഷിയുണ്ട്. 8 വളവുകളുള്ള ഒരു മഹർഷിയാണ്. അപ്പോൾ 8 വളവുകളുള്ള ഈ മഹർഷിയുടെ രൂപം അല്പം വികൃതമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ആളുടെ രൂപം കണ്ടപ്പോൾ സുന്ദരനായിരിക്കുന്ന യൗവനയുക്തനായിരിക്കുന്ന ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ കളിയാക്കി എന്നാണ് പറയുക. അപ്പോൾ ഈ രൂപം കഴിഞ്ഞപ്പോൾ, ഇത് കളിയാക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം ദേഷ്യത്തോടു കൂടി അഷ്ടാവക്രമുനി പറയുന്നുണ്ട്, വൈരൂപ്യത്തെ ആക്ഷേപിക്കപ്പെട്ട നീയ ഏറ്റവും വൈരൂപ്യവും വീഭത്സവുമായിരിക്കുന്ന ഒരു രാക്ഷസനായിട്ട് നീ മാറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീഭത്സ രൂപത്തോടു കൂടി ഞാൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തെറ്റുപറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ അഷ്ടാവക്രമുനിയോട് ക്ഷമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊരു ശാപമോക്ഷം പറഞ്ഞു. അതായത് ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീനാരായണൻ ദശരഥന്റെ മകനായിട്ട് രാമൻ എന്ന നാമധേയത്തോടു കൂടി അവതരിക്കും. അങ്ങനെ അവതരിക്കുന്ന സമയത്ത് നിനക്ക് ശാപമോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ ശാപമോക്ഷത്തിനായിട്ട് ഞാൻ ഇത്രയും കാലം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് ഇതിൽ നിന്നൊരു ശാപമോക്ഷം കിട്ടി. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് ഇങ്ങനെ ഈ രീതിയിലൊരു രൂപം വന്നത്? അപ്പോൾ പറയുന്നുണ്ട്, പണ്ട് കാമധേനുവിൻ്റെ മകളായിരിക്കുന്ന നന്ദിനി, ഈ നന്ദിനിയെ കണ്ടപ്പോൾ ഞാൻ ഒരിക്കൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വജ്രായുധം കൊണ്ട് തനിക്ക് മുറിവുകൾ ഉണ്ടാക്കി. അപ്പോൾ തൻ്റെ ശിരസ് അറുത്ത് കളഞ്ഞപ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു ഇതൂടെ കിടക്കുന്നത് കൊണ്ട് അല്ലാതെ തൻ്റെ ജീവൻ പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ദേവേന്ദ്രൻ തന്നെ അതിനൊരു മറുപടി കൊടുത്തു, ഒരു കണ്ണും ഒരു വായും നിനക്ക് നിന്റെ വയറ്റിൽ തന്നെ തരാം. അതുകൂടാതെ നീ പട്ടിണി കിടക്കാതിരിക്കാൻ നിന്റെ കൈക്ക് നല്ല നീളവും നൽകാം. അപ്പോൾ നിനക്ക് ദൂരെ നിന്ന് വരുന്നതിനെയൊക്കെ പിടിച്ച് നിനക്ക് ഭക്ഷിച്ച് ശ്രീരാമചന്ദ്രനെ കാത്ത് ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ആയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി എത്രയും വേഗം ഭരത നമസ്തേ, അപ്പോൾ ഇനി എത്രയും വേഗം ഇതിനൊരു മാറ്റമുണ്ടാകണം. നിങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു കാര്യം പറയാം. അല്പം കൂടി നിങ്ങൾ മുന്നോട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ മാതംഗാശ്രമത്തിൻ്റെ മാതംഗ ഋഷ്യമുഖാചലം വെടിഞ്ഞ് മതംഗ മഹർഷി 2ാമത് തപസ് ചെയ്ത മാതംഗാശ്രമമാണ് അവിടെ അടുത്തുള്ളത്. അവിടെ ശബരി എന്നു പേരുള്ള ഒരാളുണ്ട്. അപ്പോൾ ഈ ശബരിയെ ചെന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായിരിക്കുന്ന കാര്യങ്ങൾ ലഭ്യമാകുമെന്ന് പറയും. അങ്ങനെ ഈ കബന്ധൻ്റെ ശരീരം ദഹിപ്പിച്ചെല്ലാം കഴിഞ്ഞ് കബന്ധന് ശാപമോക്ഷവും എല്ലാം കൊടുത്തതിന് ശേഷം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും കൂടി യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ യാത്ര പുറപ്പെട്ട് ഋഷ്യമുഖാതലത്തിലേക്ക് അവർ ചെല്ലുകയാണ്. അങ്ങോട്ട് പോകുന്ന സമയത്ത് നടന്ന് ചെല്ലുന്ന സമയത്ത് ആശ്രമദ്വാരത്തിലേക്ക് അവർ എത്തി. ആശ്രമത്തിൻ്റെ വാതിക്കലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വൃദ്ധയായിരിക്കുന്ന ഒരു തപസ്വിനിയെ കണ്ടു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? സുന്ദരന്മാരായിരിക്കുന്ന യൗവനയുക്തന്മാരായിരിക്കുന്ന നിങ്ങൾ ആരാണ് എന്ന് ആ സ്ത്രീ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ശ്രീരാമനും ലക്ഷ്മണനുമാണ്. ഉടൻ തന്നെ ശബരി വന്ന് നമസ്കരിച്ചു ഇവരെ. എന്നിട്ട് പ്രസന്ന നായർ നമസ്തേ. എന്നിട്ട് ഉടൻ തന്നെ ശബരി ശ്രീരാമചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അതായത് ഞാൻ ഒരു ചണ്ടാള സ്ത്രീയാണ്. അപ്പം ചണ്ടാള സ്ത്രീ ആയിരിക്കുന്ന എൻ്റെ അടുക്കൽ നിങ്ങൾ
എൻ്റെ അടുക്കൽ വന്നത് തന്നെ വലിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലയോ ധന്യ തപസ്വിനി, അല്ലയോ അമ്മേ, ചണ്ടാളനെന്നും ബ്രാഹ്മണനെന്നും ഒക്കെ ജാതിഭേദം മുക്തിക്കും ഭക്തിക്കും ബാധകമല്ല എന്ന് പറയുന്നു. ജാതിയും മതവും ഒന്നുമല്ല ജീവിതത്തിൽ കാര്യം. കാരണം ചണ്ടാളനിൽ ബ്രാഹ്മണനുണ്ടാകും, ബ്രാഹ്മണനിൽ ചണ്ടാളനും ഉണ്ടാകും. നമ്മൾ ഏത് തലത്തിലുള്ള ആളായിരുന്നാലും നമുക്ക് മുക്തി ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒന്നുമല്ല ഒരാളുടെ ജീവിതത്തിൽ വലിയ കാര്യം. നമ്മളെല്ലാം ജാതീയമായും മതപരമായും ഒക്കെ ചിന്തിച്ച് പ്രവർത്തിക്കും പല സമയത്തും, അല്ലേ? അതൊന്നും ജീവിതത്തിൽ ഒന്നുമല്ല എന്ന അനുഭവങ്ങൾ നമ്മളെ തെളിയിക്കുകയും ചെയ്യും. ഒരു നേഴ്സ് വിചാരിച്ചാൽ നമ്മളുടെ ജാതിയും മതവും ഒക്കെ മാറാനുള്ളതേ ഉള്ളൂ, ഇല്ലേ? ഇപ്പോൾ എൻ്റെ അമ്മയുടെ അടുക്കൽ കിടന്ന് എന്നെ എടുത്ത് തൊട്ടപ്പുറത്തൊരു ക്രിസ്തീയ ഒരു ഉമ്മ അവിടെ പ്രസവിച്ച് കിടക്കുമ്പോൾ എടുത്ത് അപ്പുറത്ത് കിടത്തിയാൽ ബ്രാഹ്മണ കുലത്തിൽ പറന്നു എന്ന് പറയുന്ന ഞാൻ നാളെ മുതൽ ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു അംഗമായി മാറും. അപ്പോൾ ഒരു നേഴ്സ് വിചാരിച്ചാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ ഇത്, ഇല്ലേ? പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥമായിരിക്കുന്ന കാര്യം. ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയത്തെ ഒന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. അതൊക്കെ ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കത് പ്രായോഗികമായിട്ടത് പറ്റുകയില്ല. എങ്കിൽ പോലും കുറേ സമയം നമുക്ക് പല കാര്യങ്ങളും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അജിതാ മുരളി നമസ്കാരം, സുരേന്ദ്രൻ നമസ്കാരം. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തുണ്ടാകണം? ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല ഭഗവാൻ നമുക്ക് അനുഗ്രഹം നൽകുന്നത്. ബ്രാഹ്മണനായതുകൊണ്ട് ഇച്ചിരി അനുഗ്രഹം കൂടുതലും ചണ്ടാളനായതുകൊണ്ട് ഇച്ചിരി അനുഗ്രഹം കുറവും എന്നൊന്നുമില്ല. എല്ലാ മനുഷ്യനും ഒന്നുപോലെയാണ്, എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണെന്നുള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ തലത്തിൽ ഇരുന്നു കൊണ്ട് മറ്റൊരാളെ അളന്നു നോക്കാതിരുന്നാൽ മതി. അത് നല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പരാജയത്തിന് കാരണമാകും. ഒരിടത്തും അതുകൊണ്ട് വിജയിക്കുകയില്ല, പരാജയമേ നമുക്ക് അവിടെ നിന്ന് സംഭവിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ശബരിയോട് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ശബരി നീ ഇങ്ങനെ ഒരു വേഷം ധരിച്ച് ഇവിടെ വരാനൊരു കാരണം? അപ്പോൾ അതിന് ഒരു കാരണമുണ്ട്. പണ്ട് ചിത്രകവചൻ എന്നു പേരുള്ള ഒരു ഗന്ധർവ രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് മാലിനി എന്നു പേരുള്ള ഒരു മകളും ഉണ്ടായിരുന്നു. അപ്പം വീതിഹോത്രൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവ കുമാരന് ഈ മാലിനിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചപ്പോൾ ഈ വീതിഹോത്രൻ എന്ന് പറയുന്ന ഗന്ധർവന് ഒരു പ്രത്യേകത ഉള്ള, അദ്ദേഹം കുറെ കൂടിക്ക് ഒരു തപസ്വിയെ പോലെയാണ്. അദ്ദേഹം എന്താണ്, പൂജയും കർമ്മങ്ങളിലും ഒക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വിവാഹ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ കുടുംബജീവിതത്തെ ശ്രദ്ധിക്കാതെ വന്നതാണ് അതിനകത്തുള്ളൊരു കുറവ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു, തൻ്റെ ഭാര്യയുമായിട്ടുള്ള ഒരു ദാമ്പത്തിക ജീവിതം വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. പത്മിനി നമസ്കാരം. പത്മിനി അമ്മേ, ഞാൻ ഈ പേര് വിളിക്കുന്നതുകൊണ്ടൊന്നും തോന്നല്ലേ, എൻ്റെ ചിറ്റയായിരുന്നു കേട്ടോ, എൻ്റെ ചിറ്റയാണ് അല്ലേ? അതെ അതെ, നമസ്കാരം തിരുമേനി എന്നൊക്കെ ഇട്ട്. അത് ചിറ്റയുടെ മകൻ സന്ദീപ് കുഴിക്കുന്ന ക്ഷേത്രത്തിലെ മേശാന്തിയാണ്, അദ്ദേഹമാണ് അങ്ങനെ കമൻ്റ് ഇട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ശബരിയുടെ ആശ്രമം പറയുന്ന സമയത്ത് ഇത് പറയുന്നുണ്ട്. അപ്പം മാലിനിയെ വിവാഹം കഴിച്ച വീതിഹോത്രൻ, അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം നല്ല രീതിയിലല്ലാതായി കഴിഞ്ഞപ്പോൾ ഇതൊരു സ്ത്രീ, സാധാരണ നിലയിലുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു അന്യ കൽമാഷൻ എന്നു പേരുള്ള ഒരു അസുരനുമായിട്ട് ഈ മാലിനി എന്ന സ്ത്രീക്ക് ഒരു ബന്ധമുണ്ടായി എന്നാണ്. അപ്പോൾ ഇത് രഹസ്യമായിരുന്നത് പരസ്യമായി, പ്രഭാകൃഷ്ണദാസ് നമസ്തേ. അപ്പോൾ ഇതങ്ങ് പരസ്യമായി കഴിയുകയും ഒരു ദിവസം ഈ വീതിഹോത്രൻ എന്ന ഗന്ധർവൻ ഇത് കാണുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു, നീ എന്താണോ നിന്നിൽ ദോഷമായി നിന്നത് അതില്ലാത്തത് അവസ്ഥയിലേക്ക് നീ പോകട്ടെ, നീ ഒരു തപസ്വിയായിട്ട്, വൃദ്ധ തപസ്വിയായി മാറട്ടെ നീ എന്ന് പറഞ്ഞു.
അങ്ങനെയാണ് ഒരു വൃദ്ധ തപസ്വിയായിട്ട് ഞാൻ ഇവിടെ നിന്നത്. അപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയപ്പോൾ ഞാനത് പറഞ്ഞു, അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീരാമചന്ദ്രനാൽ നിനക്ക് മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമചന്ദ്രനെ കാത്ത് ഞാനിവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങ് ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു നല്ല കാര്യം ഞാൻ അങ്ങേക്ക് പറഞ്ഞു നൽകാം. അതായത് അങ്ങ് പറഞ്ഞു സീതാന്വേഷണത്തിനായിട്ട് അങ്ങ് വന്നതാണ് എന്ന്. അങ്ങനെ സീതാന്വേഷണത്തിനായിട്ട് പോകുമ്പോൾ അങ്ങക്ക് ഞാനൊരു കാര്യം പറയാം. ലങ്കാപുരിയിൽ രാവണാന്തപുരത്തിന് സമീപമുള്ള അശോകവനികയിൽ സീതാദേവി ഉണ്ട്. വിരഹത്തോടുകൂടി വിഷമിച്ചിരിക്കുകയാണ്. അതിന് രക്ഷപ്പെടുവാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ഇവിടുന്ന് അപ്പുറത്ത് പമ്പ എന്ന പുണ്യ സരസ്സുണ്ട്. അതിനു ചുറ്റും കാനനമധ്യത്തിൽ പണ്ട് മാതംഗ മഹർഷി തപസ് ചെയ്തിരുന്ന മാതംഗ വനം എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നും കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഋഷ്യമൂകാചലം എന്ന് പറയുന്ന ഒരു പർവ്വതം കാണാം. അതിൻ്റെ പർവ്വതമൂർധാവില് ബാലിയാൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന സുഗ്രീവൻ എന്ന് പറയുന്ന ഒരു വാനര ശ്രേഷ്ഠൻ തൻ്റെ 4 മന്ത്രിമാരോടുകൂടി വന്നിരിപ്പുണ്ട്. അപ്പോൾ എത്രയും വേഗം നീ ശ്രീരാമചന്ദ്രൻ അങ്ങ് ആ സുഗ്രീവനുമായിട്ട് സഖ്യം ഉണ്ടാക്കിയാൽ എത്രയും വേഗം നല്ല തരത്തിലുള്ള ഒരു മാറ്റമുണ്ടാകും, സീതാന്വേഷണത്തിന് അത് ഗുണകരമാകും എന്ന് പറഞ്ഞു. അങ്ങനെ സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് കൃത്യമായിരിക്കുന്ന ഒരു വ്യവസ്ഥ പറഞ്ഞു കൊടുത്തത് ശബരിയാണ്. അപ്പോൾ ആ വാക്ക് അതാണ് ശബരിമല എന്ന് പറയുന്നത്. ശബരി വസിച്ച സ്ഥലമാണ് ശബരിമല. ആ തലത്തിലേക്ക് നമ്മൾക്ക് മാറ്റം ഉണ്ടാകപ്പെടുവാൻ നമുക്ക് സാധ്യമാകുന്നതാകണം ഇനിയുമുള്ള ഓരോ ദിവസങ്ങളും. ഇതോടുകൂടി നമുക്ക് ആരണ്യകാന്ഡം കഴിഞ്ഞ് കിഷ്കിന്ധ്യാകാന്ഡമാണ് നമുക്കിനി ആരംഭിക്കേണ്ടത്. ആ കിഷ്കിന്ധ്യാകാന്ഡത്തെ നമുക്ക് നാളെ ഉച്ചയ്ക്ക് 1:30-ക്കാണ് കേട്ടോ. നാളെ വൈകിട്ട് എനിക്കൊരു പൂജയ്ക്ക് പോകേണ്ടതായതുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് 1:30യോടുകൂടി നമുക്ക് തുടങ്ങാം. ഇപ്പോൾ സമയത്തിൻ്റെ ഒരു അല്പം തിരക്ക് കൂടുന്നത് കൂടെ കൊണ്ടാണ് പലപ്പോഴും പലതുമൊക്കെ ഓടിയെത്താൻ സാധിക്കില്ല. വൈകുന്നേരം നാളെ ഭഗവത് സേവ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ താമസിക്കും. അതുകൊണ്ട് നാളെ കിഷ്കിന്ധ്യാകാന്ഡം നമുക്ക് നാളെ ഉച്ചയ്ക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ ഇത്രയും പേരൊക്കെ ഈ വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ തോന്നില്ല. എല്ലാവരും പറയുന്ന പോലെ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങളിത് ഷെയർ ചെയ്താൽ കുറേ കൂടി ആൾക്കാർക്കൊക്കെ ഇത് കാണാനും കുറേ കൂടി ആൾക്കാരൊക്കെ ഇത് കൂടുതൽ ഉൾക്കൊള്ളുവാനും ഒക്കെ സാധിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയാണ്. ഒരുപാട് ഇതിനകത്തിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുകയാണ്. നമ്മളൊരു കുടുംബം പോലെയാണ്. ആ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് വൈകുന്നേരങ്ങളിൽ ഒരു സത്സംഗം എന്നുള്ള രീതിയിലാണ് അത്. നമുക്കല്ല, ശ്രീ സുരേന്ദ്രൻ ചേട്ടൻ നേരത്തെ അന്നൊരിക്കൽ എന്നോട് പറഞ്ഞതാണ്, ഇതൊരു വൈകുന്നേരങ്ങളിൽ ഒരു നല്ല സത്സംഗമാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ സത്സംഗത്തോടു കൂടി നമുക്ക് പോകുന്നത് ഒരു വലിയ സന്തോഷമാണെന്ന് പറഞ്ഞതുകൊണ്ട് ശ്രീ ബീന ആനന്ദൻ ഒരു കുത്തു തന്നിട്ടുണ്ട്. അത് കമൻ്റ് അറിയാതെ അങ്ങ് പോയതാണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ബാക്കി നാളെ ഉച്ചയ്ക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഷെയറൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറേ കൂടി ആൾക്കാരൊക്കെ ഇത് കാണുകയോ ചില അറിയാത്ത കാര്യങ്ങൾ അറിയാനും ഒക്കെ സാധിക്കട്ടെ എന്ന്, എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ ഉച്ചയ്ക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേരുകയാണ്. വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം നമുക്ക് ഗുണകരമായി മാറട്ടെ എന്ന്. ഒരു ബീന ആനന്ദൻ വൈകിപ്പോയി, സാരമില്ല, ഇതാദ്യം ഒന്നുകൂടെ കണ്ടാൽ മതി, അപ്പം അതങ്ങ് മാറും. ഈ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ്, ചിലപ്പോഴൊക്കെ കൃത്യമല്ലാതൊക്കെ ചിലപ്പം വരും, ചിലപ്പോൾ വരത്തില്ലെന്നൊക്കെ പറയും. അതെന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ ഭാഗത്താണ് തെറ്റ്. പ്രസന്ന നായർ, അഹമ്മദാബാദാണ്.
ഓക്കെ. അഹമ്മദാബാദിൽ നറോഡ അയ്യപ്പ ക്ഷേത്രത്തിൽ ഞാനൊരു 2-3 മാസം ശാന്തി കഴിച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ ഗാന്ധിനഗർ ക്ഷേത്രത്തിലുമൊക്കെ വന്നിട്ടുണ്ട്, സബർമതി ക്ഷേത്രത്തിലുമൊക്കെ. നല്ല സ്ഥലമാണ് ഗുജറാത്ത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാളെ ഉച്ചയ്ക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേരുന്നു. നമസ്കാരം.